ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കണം നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഈ പുറകെ കാണുന്ന വീട് ഉണ്ടെങ്കിൽ 2950 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമൊക്കെ കിടിലനൊരു വീടും മൊത്തം സ്ഥലം വരുന്നത് 14 സെന്റ് സ്ഥലം എന്താണ് വിൽപ്പനയ്ക്ക് വന്നിട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണെന്ന് നിങ്ങളെ കാണിക്കാൻ പോകണം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോളേ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്? അതെ, കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നീ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ കാണിച്ചിട്ടോ. ഇതാക്കണേ, നമുക്ക് ഈ റോഡ് വരുന്ന നമുക്ക് ഇരുട്ടിന്ന് നേരെ വരുന്ന റോഡാണ്. ഇരുട്ടിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇരുട്ടി വിളക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്ലോട്ട് ഉള്ളത്. ഈ റോഡ് നേരെ നമുക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കക്കേങ്ങാട് പേരാവൂര് പോണ റൂട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വിളക്കോടിന്റെയും കക്കേങ്ങാടിന്റെ ഇടയ്ക്ക് കുറുക്കൻമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അപ്പൊ വഴിയൊന്നും തെറ്റാനൊന്നും ഇല്ലാതാക്കണേ. വില്ല സെന്റർ വിളക്കോട് ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്കിതിലെ ബസ്സൊക്കെ ഇടക്കിടക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ബസ് പോണ ഇരുട്ടി മണിക്കടവ് പോണ ബസ്സാണ് കേട്ടോ. ഇരുട്ടിക്കുള്ള ബസ്സാണ് പോണത്. ഇരുട്ടിക്ക് വെറും 5 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് എത്താനുള്ള ദൂരം. അതുപോലെ കണ്ണൂർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 47 കിലോമീറ്ററും, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്ററും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വഴിക്ക് പോയിട്ട് നമ്മളെ സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും വരുന്നത് നമുക്ക് മുഴക്കുന്ന് എന്നാണ് കേട്ടോ. സ്ഥലപ്പേര് മുഴക്കുന്നാണ് പഞ്ചായത്തും വില്ലേജും വരുന്നത്. താലൂക്ക് നമുക്ക് ഇരുട്ടിയിലാണ്. അപ്പൊ ഇനി ഒന്നും തെറ്റല്ല, നേരെ പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത് കേട്ടോ. ഈ റോഡിന് നോക്കിയാൽ വഴിയൊക്കെ വലിയ ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നോക്കിയൊക്കെ ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഒക്കെ താമസിക്കുന്ന നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം തന്നെ കേട്ടോ. ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളും അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടൊക്കെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ വീടാണ് നമ്മളത്. ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം. പിന്നെ ഇങ്ങോട്ടത്തിന്റെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാല് വില്ല സെന്റർ വിളക്കോട് എന്നാണ് നമ്മളെ ഇങ്ങോട്ടത്തിന്റെ ലാൻഡ്മാർക്ക്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വില്ല പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10-30 വില്ലകളുടെ കുറച്ച് കഴിഞ്ഞിട്ട് വഴിയൊന്ന് കാണിച്ചു തരാട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം. മൊത്തം 14 സെന്റ് സ്ഥലവും അതിനകത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഒക്കെ ഉള്ള കിടിലനൊരു വീടാണ്. വീടിന്റെ ഫ്രണ്ട് നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ചുറ്റുപാടും ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മിറ്റ കണ്ടില്ല നിങ്ങൾ ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് വളരെ നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് മിറ്റൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വണ്ടികളൊക്കെ നിർത്താനാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഇതുപോലെ ഫുള്ള് ചുറ്റുപാടും മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഈ ഒരു ഭാഗത്തായിരുന്നു നേരത്തെ ഗേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഇത് മാറ്റിയിട്ട് ഗേറ്റ് ഇപ്പൊ ആ ഒരു സൈഡിലോട്ടാണ് ആക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഗേറ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും കുറച്ച് പണി ഈ ഒരു ഭാഗത്ത് ബാക്കി ബാലൻസ് ഉണ്ട് കേട്ടോ. ഒക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല കായ്ക്കുന്ന മാവേലുണ്ട് മിറ്റത്ത് ഫ്രണ്ടിൽ തന്നെ കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡിൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ നടാനും അങ്ങനെയുള്ള ഒരു ചെറിയ രീതിയിലൊരു ഗാർഡൻ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വണ്ടികൾ വേണമെങ്കിൽ നിർത്താൻ നിലവിൽ ഇപ്പൊ വലിയൊരു പോർച്ച് ഉണ്ട്. വലിയ വണ്ടി തന്നെ നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർച്ചിന്റെ ഒക്കെ ഭംഗിയുണ്ടല്ലോ, നല്ല സ്റ്റൈലാണ് പോർച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വണ്ടികൾ ഇനിയിപ്പോ വേറെ വണ്ടികൾ ആരുടെയും നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നിർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മിറ്റം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡിലോട്ടും ഉണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിലും വണ്ടികൾ നിർത്താനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൈഡില് ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ കുറച്ച് തൈകളെല്ലാം നട്ടുണ്ട്. മാവ്, പ്ലാവ്, റംബൂട്ടാൻ പോലത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ ഫലവൃക്ഷങ്ങളെ തൈയെല്ലാം ഈ ഒരു സൈഡിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് തുണിയെല്ലാം വിരിക്കാൻ അങ്ങനെയുള്ള ഒരു രീതിയിൽ ചെറിയ രീതിയിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു പറമ്പ്, ഈ ഒരു പ്ലോട്ടുള്ളത് കിണറാണുള്ളത്. അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് വീടൊന്ന് കാണിച്ചു കൊടുത്താൽ ആദ്യം നമുക്ക് വീടൊന്ന് പോയിട്ട് കാണാം. അപ്പൊ അടിപൊളി വീടല്ലേ? അതെ, വീട് നമ്മൾ പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ നല്ല സ്റ്റൈലുള്ള വീടാണ്. അകത്തേക്ക് കയറുമ്പോൾ അതിലേറെ വളരെ ഭംഗിയായിട്ടുള്ള വീടാണ്. ഇപ്പൊ സിറ്റ് ഔട്ട് കണ്ടില്ലേ, ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. വലിയ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിന്റെ ഒക്കെ ടൈലും കാര്യങ്ങളൊക്കെ കണ്ടില്ല, നല്ല വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് എന്നുള്ള വ്യൂവിന് 3 കള്ളി ജനൽ, വലിയ ജനലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് നോക്കി ഫ്രണ്ട് ഡോറ് കണ്ടില്ലേ,
നല്ല ഭംഗിയുള്ള സിമ്പിൾ വർക്കായിട്ട് നല്ല ഭംഗിയുള്ള ഡോറും കാര്യങ്ങളുടെ ഡോറാണ് കേട്ടോ, ഡബിൾ ഡോറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാ ഫുള്ള് ലൈറ്റ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രാത്രിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലേ. പിന്നെ അടുത്തൊക്കെ കണ്ടില്ല വീടുകൾ, തൊട്ടടുത്ത് തന്നെ വീടുകൾ കണ്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ അയൽവാസികളായിട്ട് ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണല്ലേ, പോയി കാണിച്ചു കൊടുക്കാം അല്ലേ. അതെ, ബാ പോയി നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ അകത്തോട്ടൊക്കെ വരുമ്പോ കണ്ടില്ലേ, ഹാളൊക്കെ നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലിയ ഹാളാണ് കേട്ടോ. നമ്മളൊക്കെ എന്തായാലും വീട്ടിൽ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഫാമിലിക്ക് എല്ലാവരും ഒത്തുകൂടാനൊക്കെ സൗകര്യത്തിനുള്ള വലിയ ഹാൾ തന്നെയാണ്. നിങ്ങൾ നോക്കി, അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ ഹാളാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഹാളിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ സ്റ്റെയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നോക്കി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് എന്താ പറയാ, എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ കണ്ടില്ലേ. എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള അത്രയും സൗകര്യത്തിനാണ് നമ്മളെ വീട്ടിൽ ഫാമിലി എല്ലാവരും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ആ രീതിയിലാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ഡൈനിങ് ഏരിയ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് സിംഗിൾ ജനൽ ഒരു 4 വരുന്നുണ്ട്. വെളിച്ചം അകത്തോട്ട് നന്നായിട്ട് കടക്കുന്ന രീതിയിലാണ് ഇതിന്റെ. നമ്മളെ ഈ ഒരു വീടിന്റെ ജനല് വാതിൽ കട്ടള ഫുള്ള് ഇരുമ്പിലാണ്, ഇരുമ്പിന്റെ സ്റ്റീലിന്റെ ജനലും വാതിലും കട്ടില സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നോക്കിയേ, നമ്മൾ ഈ വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 റൂമും മേലെ 2 റൂമുമാണ് വരുന്നത്. ഇനി നോക്കിയേ, ഹാളിൽ തന്നെ യേശുവിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഹാളൊക്കെ നല്ല മൊത്തത്തിൽ അകത്തോട്ട് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ജനലും വാതിലും സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നമുക്കൊരു 3 കള്ളി ജനൽ വരുന്നുണ്ട് ഈ സൈഡിലോട്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. ഇനി നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ റൂം നമ്മുടേത് ഇവിടെയാണ് വരുന്നത്. ആദ്യത്തെ റൂമൊക്കെ ഒന്ന് നോക്കി, അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ്. ലൈറ്റ് റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, വലിയ റൂമാണ്. ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ കിട്ടുന്നതിന് നമുക്കൊരു 4 കള്ളി ജനൽ നമുക്ക് ഫ്രണ്ടിലോട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് 4 കള്ളി ജനൽ ഈ സൈഡിലോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിലമൊക്കെ നോക്കിയാൽ വൈറ്റ് കളറിലുള്ള ടൈലൊക്കെ ആയിട്ട് നല്ല നീറ്റ് ആയിട്ടിരിക്കണം. നല്ലൊരു വീടിന്റെ വലിയ റൂം എല്ലാം വലിയ റൂമുകളാണ്. പിന്നെ വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇങ്ങോട്ട് പോയി ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുള്ള ബാത്റൂം ആണ്. ടൈലൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം നല്ല കമ്പനി സാധനങ്ങളാണ്. ജോൺസന്റെ കമ്പനിയിലുള്ള ക്ലോസറ്റും വാഷ് ബേസിനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടൈലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ടൈലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ടൈൽ തന്നെ അല്ലേ, നല്ല സ്റ്റൈൽ നല്ല കളർ ടൈലാണ്. നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ വീടിന്റെ. അതെ, അപ്പൊ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വീടാണ്. വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട്. അത്രയ്ക്ക് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസിൽ ഇവിടെ വലിയൊരു ഹാളായിട്ട് കിടക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ് ഏരിയ. ഇതാണ് ഡൈനിങ് ഏരിയ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം എല്ലാം വരുന്നുണ്ട് ഡൈനിങ് ഏരിയ തന്നെ. അതുപോലെ ഒരു വാഷ് ബേസിനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു ബാത്റൂം കാണുന്നത് നോക്കി, നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കോമൺ ബാത്റൂം. അതെ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ ഈ ഒരു ഇത് നോക്കിയത് നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു എന്താ പറയാ, ജനലിന്റെ ഒക്കെ ഒരു സ്റ്റൈലില്. ഇനി ഇങ്ങോട്ട് വാ, നമ്മളെ 2ാമത്തെ റൂം കാണാം കേട്ടോ. ഇങ്ങോട്ട് വാ. റൂമൊക്കെ നോക്കിയാൽ എല്ലാ റൂമും നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന വലിയ വലിയ റൂമുകളാണ്. റൂമിന്റെ ഒക്കെ എല്ലാത്തിന്റെ ടൈല് ഒരേ കളർ വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിലോട്ടുള്ള ജനൽ കണ്ടില്ലേ, 3 കള്ളി ജനൽ. ഈ ഭാഗത്തോട്ട് 3 കള്ളി ജനൽ. വെളിച്ചം നന്നായിട്ട് കടക്കുന്ന രീതിയിലാണ് റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഒരു ഷെൽഫ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫെറോസിമെന്റിന്റെ ഇതാണ് അല്ലേ, ഫെറോസിമെന്റ്. അതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വലിയ ബാത്റൂമാണ്, നല്ല നീറ്റ് ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് വീടിന്റെ താഴത്തെ 2 റൂമും ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത്, എല്ലാവർക്കും കാണാൻ ആകാംക്ഷയുള്ള എന്താണ്, അടുക്കളയാണ്. ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മളെ അടുക്കള. അടുക്കളേന്റെ ഒക്കെ ഡോറ് നോക്കി, ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് വലിയ ഡോറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. അടുക്കളയിലോട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുങ്ങൾ, എന്താ സ്റ്റൈൽ അടുക്കള എന്ന് പറയുന്നത്. ഇതൊക്കെ വന്ന് നോക്കി,
നല്ല കിടിലൻ ടൈലും കാര്യങ്ങളും വുഡ് ആൻഡ് കളറുള്ള ടൈൽ നല്ല രസമുണ്ടല്ലേ കളർ കാണാൻ? നല്ല രസമുള്ള കളറ്, ഒരു വുഡ് ആൻഡ് സ്റ്റൈലുള്ള ടൈലാണ്. പിന്നെ നിങ്ങൾ നോക്കി നമ്മൾ ഈ ഒരു ഇത് കണ്ടില്ല, ഞങ്ങൾ ലൈറ്റ് എല്ലാം പിടിപ്പിച്ചാണ്ടോ നല്ല സ്റ്റൈലായിട്ടാണ്. അടുക്കള എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അടുക്കളയല്ല, വലിയ അടുക്കളയാണ്. എത്ര പേർക്ക് നിന്ന് തിരിയാനും ഭക്ഷണം എല്ലാം പാകം ചെയ്യാനും എല്ലാവർക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ സംസാരിച്ചിരിക്കാനൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫുള്ള് ഫാബ്രിക്കേഷൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉള്ള ആ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രോ എല്ലാം ഉണ്ട്, പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഡ്രോ ഉണ്ട്. ഇത് കണ്ടില്ലേ, മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാത്രം കഴുകാനാണെങ്കിലൊക്കെ ആ ഒരു സൗകര്യം ഉണ്ട്, നല്ല സൗകര്യത്തിനാണ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഫുള്ള് എല്ലാ മെറ്റീരിയൽസും എന്താ പറയാ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലല്ലേ മൊത്തം ഇതൊക്കെ ടൈലാണ് ഇട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെളിയോ എന്തെങ്കിലും എണ്ണയൊക്കെ തെറിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് തുടച്ചെടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ വളരെ നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, മൊത്തം ഡ്രോ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ നല്ല രസമുണ്ട് അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി അടുക്കളയാണ്. പിന്നെ ഇതൊക്കെ ഫെറോസിമെന്റിലാണ് കേട്ടോ ഇതിന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതൊക്കെ അല്ലേ, ഇത് ഈ സംഭവങ്ങൾ ഫുള്ള് ഫെറോസിമെന്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ ടൈല് ഇത് മേലെ ഈ ടോപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അധികം ചൂടോ കാര്യങ്ങളോ ഏറ്റ് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഒരുവിധ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് ഇപ്പൊ സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടല്ല. അപ്പൊ നിലവിൽ ഇപ്പൊ അവർ പുറത്താണ് നിൽക്കുന്നത്, ബാംഗ്ലൂരാണുള്ളത്. അപ്പൊ അവർക്ക് എപ്പോഴും വരാനും ഒന്നും എന്താ പറയാ അല്ലേ, അന്ന് എന്താ പറയാ അങ്ങോട്ട് മാറണം എന്നുള്ളൊരു അപ്പൊ അവിടെയാണ് ഇപ്പൊ നിലവിൽ ബാംഗ്ലൂരാണ് ഇപ്പൊ ഒരു സെറ്റിൽ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവര് വീട് സെയിൽ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളോട് പരസ്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലോട്ട് പുറത്തോട്ട് വ്യൂ കിട്ടുന്നതിന് ഈ ഭാഗത്ത് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട് കേട്ടോ ഈ സൈഡിൽ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഈ സൈഡിലുണ്ട് ഒരു 3 കള്ളി ജനല്. ജനല് വാതിലൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ അല്ലേ അകത്തോട്ട് നന്നായിട്ട് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ജനലെല്ലാം സെറ്റ് ചെയ്തിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തോട്ട് ബാക്ക് സൈഡിലോട്ട് ഒരു 4 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മളെ കിണറെല്ലാം വരുന്നത് കേട്ടോ. കിണർ എന്ന് പറഞ്ഞാൽ നല്ല വറ്റാത്ത വെള്ളമുള്ള നല്ല അടിപൊളി കിണർ കേട്ടോ. ഒന്ന് വന്ന് നോക്കി, സാധാരണ നമ്മൾ ഒരുവിധം സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ബോർവെല്ലാം ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ നല്ല തിളങ്ങണ കണ്ണാടി പോലത്തെ വെള്ളം നോക്കി അടിത്തട്ട് വരെ നമുക്ക് തെളിഞ്ഞ് കാണാട്ടോ. അല്ല എന്താ പറയാ, പളുങ്ക് പോലത്തെ വെള്ളം. ബോർവെല്ല കിണറാണ്, നല്ല ശുദ്ധമായ വെള്ളം. ബോർവെല്ലത്തെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമല്ലോ മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോ അതൊന്നുമില്ല, നല്ല ശുദ്ധമായ പച്ചവെള്ളം തന്നെ നമുക്ക് കുടിക്കാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ തുണിയെല്ലാം വിരിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതെല്ലാം നമുക്ക് അടുത്ത് എന്താ പറയാ അകത്ത് ഇപ്പൊ നമ്മൾ സ്റ്റൗവെല്ലാണല്ലോ ഉപയോഗിക്കുക, പുറത്ത് നമുക്ക് വേണമെങ്കിൽ വിറകടുപ്പെല്ലാം ഉപയോഗിക്കാനുള്ള അതിനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു സ്ഥലം എല്ലാം വേണ്ട വിധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് ഈ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വീട് ഇരിക്കുന്നത്. വീടും വീടിന്റെ പുറകുവശം മൊത്തത്തിൽ കേട്ടോ. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് മൊത്തം 14 സെന്റ് സ്ഥലത്ത് കണ്ടില്ല, ഫുള്ള് ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണാണ്. അതിന് മാറാനോ അങ്ങനത്തെ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ നമ്മൾ നിൽക്കുന്ന വീടിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിലും കണ്ടില്ലേ, ഇങ്ങോട്ടൊക്കെ മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഇനി ഫ്രൂട്ട്സ് ഐറ്റംസോ ഇനിയിപ്പോ അല്ല ചെറിയ രീതിയിൽ പച്ചക്കറികളൊക്കെ നടന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഗ്യാപ്പ് നമുക്ക് ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്, ഇവിടെ തുണിയെല്ലാം വിരിക്കാം, അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് പുറകിൽ ഇതാണ് ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ, ഇത്രയും സ്ഥലം നമുക്ക് പുറകുവശത്തും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിന്റെ പുറകിൽ നിന്നുള്ള ഒരു ഏകദേശം വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ മിറ്റൊക്കെ ഫുള്ള് ജില്ലയിൽ ഇട്ടിട്ട് ഉണ്ട് കേട്ടോ. എവിടെയും കാടോ കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല, പുല്ലൊന്നും പിടിക്കില്ല. പിന്നെ ഈ ഒരു സൈഡ് വഴി ഭിത്തിയിലോട്ട് ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയാ അത്രയ്ക്ക് കരുതലോടാണ് വീട് എല്ലാ പണിയിലെ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ഏകദേശം വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 തെങ്ങോ അങ്ങനെ മാവോ ഒക്കെ നടുകയൊക്കെ ചെയ്യാം. തെങ്ങും തൈ അല്ലെങ്കിൽ മാവും തൈ അങ്ങനെ ഫ്രൂട്ട്സിന്റെ എന്തെങ്കിലും സാധനങ്ങൾ തൈകളൊക്കെ നടണമെന്നുണ്ടെങ്കിൽ നടാം. ഇപ്പൊ ഈ സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറികളൊക്കെ നടണമെങ്കിൽ അങ്ങനെ നടാം, അതിനൊക്കെയുള്ള സ്ഥലമുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ പ്ലോട്ടിന്റെ താഴെ എന്നുള്ള ഒരു ഏകദേശം വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തത് കാണേണ്ടത് ബാക്കി 2 റൂം നമുക്ക് മേളിലാണ് വരുന്നത്. അപ്പൊ ഇനി മേളിൽ പോയിട്ട് ബാക്കി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക് കേട്ടോ. വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മേടിച്ചു പോകും. അമ്മത്തെ അടിപൊളി കിടക്കാച്ചി വീടാണ് ഇത്. കണ്ടില്ല, ഇനിയിപ്പോ വേണമെങ്കിൽ ഇപ്പൊ നേരത്തെ അവിടെ ഒരു ഡൈനിങ് ഏരിയ കാണിച്ചു തന്നില്ല, വലിയ ഡൈനിങ് ഏരിയ. വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അടുക്കള തന്നെ ഇരുന്നിട്ട് ചൂടോടെ ഇങ്ങനെ അപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ സൗകര്യത്തിനുള്ള ആ ഒരു മേശയും ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മേളിൽ പോയി നോക്കല്ലേ, മേളിൽ പോയി കാണിക്കാം. സ്റ്റെയർ കേസ് തന്നെ ഉണ്ടല്ലോ, നല്ല അടിപൊളി സ്റ്റെയർ കേസ് അല്ലേ.
നല്ല കിടുക്കാച്ച സ്റ്റെയർ കേസ്. അത് നോക്കിക്കേ, ഇതിന്റെ നോക്കിക്കേ, ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് സ്റ്റെപ്പിനെല്ലാം ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ആ വേറൊരു എടുപ്പ് തന്നെ ഉണ്ട് സ്റ്റെയറിന്. പിന്നെ ഇതിന്റെ സ്റ്റെയറിന്റെ കയ്യെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കയറി വരാൻ സൗകര്യത്തിനാണ് വീട്ടിൽ സ്റ്റെയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ വീട്ടിൽ കുറച്ച് പ്രായം ചെന്ന വല്യച്ഛനോ വല്യമ്മയൊക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണെങ്കിലും സ്റ്റെപ്പ് കയറുന്നതിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ നമുക്കൊന്ന് 2 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് കയറാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ ഇവിടെ ജനല്, ഈ ഒരു ഭാഗത്ത് നമുക്ക് 4 കള്ളി ജനല് കണ്ടില്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്തോട്ട് നല്ല വെളിച്ചം കിടക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടെല്ലാം എന്താ പറയാ മൊത്തത്തിൽ ജനലൊക്കെ ആക്കിയിട്ടുള്ളത്. സ്റ്റെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടായേ. നല്ല അടിപൊളിയല്ലേ? അടിപൊളി, നല്ല കളർഫുൾ, നല്ല കിടുക്കാച്ച്. ഇത് കണ്ടുകള് നമുക്ക് ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുമ്പോ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് അതിന്റെ കാണിച്ചിട്ടെ ലൈറ്റ് കത്തണ കണ്ടോളി. കണ്ടങ്ങള് ഏതാ മോഡല്? ഇനി അടുത്ത കണ്ടോളിട്ടോ. കണ്ടോ കണ്ടങ്ങള് ഏതാ മോഡല്? കണ്ടോ അടുത്ത കളറ്. ഇത് ഭയങ്കര രസമുണ്ട് അല്ലേ, ഹാങ്ങിങ് ലൈറ്റ് എല്ലാം വെച്ചത്. നല്ല സ്റ്റൈലായിട്ടല്ലോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നമുക്ക് വലിയൊരു ഹാളായിട്ടാണ്. മുകളിലോട്ട് കയറി വരുമ്പോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വലിയൊരു സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാല് എല്ലാവരും ഗസ്റ്റോ കാര്യങ്ങളോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഒരു സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തുണിയെല്ലാം അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു തട്ട്, ഒരു മേശ പോലെ ഇവിടെ ടേബിൾ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറണ്ടിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അതിനുള്ള സംഭവം വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 കള്ളി ജനലുണ്ട്, നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഇവിടുന്ന് വെളിച്ചം കിട്ടുന്ന രീതിയിൽ. വീട് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അതെ. ഇനി നമുക്ക് മൊത്തത്തിൽ ജനലുണ്ട്. നിങ്ങൾ ആ സൈഡിൽ 2 കള്ളി ജനലുണ്ട്, ഇവിടെ 2 കള്ളി ജനലുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു സിംഗിൾ ജനലാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു സിംഗിൾ ജനല്. മൊത്തത്തിൽ അങ്ങനെയാണ് മൊത്തം. പിന്നെ മുകളിൽ 2 റൂമാണ്. ഒരു റൂം ഇതാണ്, അതാണ് ഒരു റൂം. അപ്പൊ ഇങ്ങോട്ട് വാ. രണ്ടാമത്തെ റൂം ഇവിടെ ഈ കാണുന്നതാണ്. നമുക്ക് ആദ്യത്തെ റൂം കാണിച്ചു കൊടുത്താലോ? ആദ്യത്തെ റൂം കാണാം. ഇതോട്ടില്ലേ ഈ വാതിലൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ, സിമ്പിൾ വർക്ക്. ഇങ്ങോട്ട് വാ, അകത്തോട്ട് വന്ന് നോക്കി. വലിയ റൂമാണ്, നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വലിയ റൂം തന്നെയാണ്. പിന്നെ റൂഫൊക്കെ ഉണ്ടല്ലേ, നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫും കാര്യങ്ങളൊക്കെയാണ്. ഈ ഭാഗത്ത് 3 കള്ളി ജനലുണ്ട്, ഈ ഭാഗത്തോട്ട് ഒരു 4 കള്ളി ജനലുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഷെൽഫ് എല്ലാം ഉണ്ട്. തുണികളോ ഡ്രസ്സോ സാധനങ്ങളൊക്കെ അടുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഷെൽഫ് എല്ലാം ഉണ്ട്. ഇനി ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ്. വേറെ കളർ ടൈല് അല്ലേ? വേറെ കളർ ടൈല്. ടൈല് നല്ല രസമുണ്ട്. ടൈലൊക്കെ നല്ല രസമുണ്ട്. ഈ ടൈലൊക്കെ നോക്കി, നല്ല വൈറ്റ് കളറില് നല്ല ഭംഗിയുള്ള ഒരു വീട് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത 2ാമത്തെ റൂം ആ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. ഒന്ന് നോക്കി, റൂമുകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റൂമുകളാട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ റൂം ഒന്ന് കാണാം നമുക്ക്. ലൈറ്റ് ഇടട്ടോ, വാ ഒന്ന് നോക്കി. നിങ്ങള് വീട് വന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്തായാലും ഇഷ്ടപ്പെടും. അതെ. ഒറ്റ കാര്യമുള്ളൂ, 4 റൂം ഉള്ളത്, 4ഉം വലിയ ബെഡ്റൂം ആണ്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ജനൽ വെളിച്ചത് കിടക്കാൻ ഈ എല്ലാ റൂമിനും ഇതേപോലെ 4 കള്ളി ജനല് 2 സൈഡിലുണ്ട് കേട്ടോ. പിന്നെ വൈറ്റ് കളർ ടൈല്, എല്ലായിടത്തും ഒരേ കളർ ടൈലാണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ തുണികളെല്ലാം അടുക്കി വെക്കാനുള്ള ഷെൽഫ് ഉണ്ട്. എല്ലാം ഫെറോ സിമെന്റിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാ ബാത്റൂം കണ്ടില്ല നിങ്ങള്, വലിയ ബാത്റൂം ആട്ടോ. ബാത്റൂം അത്യാവശ്യം വലുത് തന്നെ അല്ലേ? അത് നേരത്തെ കണ്ടതിനെ കഴിഞ്ഞും വലിയ ബാത്റൂമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ വേണമെങ്കിൽ പിള്ളേർക്ക് ഇനിയിപ്പോ മൊത്തം എല്ലാ 4 റൂമും നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഒരു റൂം വേണമെങ്കിൽ പിള്ളേർക്ക് സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡ്രോയിങ് റൂമായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാട്ടോ. അപ്പൊ എങ്ങനെ നമ്മളെ വീട് സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു അല്ലേ? അതെ. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളെ മേളിൽ നിന്നുള്ള സിറ്റ് ഔട്ട് കാണിച്ചു കൊടുക്കണ്ടേ? അത് കാണിച്ചു കൊടുക്കാം നമുക്ക്. വാ കാണിച്ചു തരാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള നല്ല കിടിലം വ്യൂ ആട്ടോ. ഒന്ന് നോക്കിയേ, ഡോറൊക്കെ നല്ല അടിപൊളി ഡോറൊക്കെ കൂടെ നോക്കുന്നത് അല്ലേ? നല്ല രസമുള്ള സിമ്പിൾ വർക്ക് മരമാണ് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് എല്ലാവർക്കും ഇരുന്ന് നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും അതുപോലെ ഇനിയിപ്പോൾ ആരെങ്കിലും ഫാമിലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ വൈകുന്നേരങ്ങളിൽ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാം. അതുപോലെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ വേണമെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? ഫുള്ള് ലൈറ്റും സംഭവങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ക്യാരംസിന്റെ ബോർഡ് കളിക്കാനോ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 30 മീറ്റർ അവിടെ പോയി കഴിഞ്ഞാല് അവിടെ 30 വീട് വില്ലകളുള്ള ഇതുണ്ട് അവിടെ. വില്ലകള് വില്ല പ്രൊജക്ടിന്റെ ഇതാണ് അവിടെ. നമ്മളെ പറമ്പിന്റെ ഫ്രണ്ടിൽ തന്നെ കറണ്ട് കണക്ഷൻ ഒക്കെ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് പറഞ്ഞാൽ തന്നെ വില്ല സെന്റർ ആണ് കേട്ടോ. പിന്നെ അതാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു വീട് അല്ലേ? നല്ല വീടാണ്. ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഒക്കെ വലിയ വലിയ വീടുകളാണ്. എല്ലാം ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഒക്കെ താമസിക്കുന്ന ഏരിയ ആണ്. സൈലന്റ് ആയിട്ടുള്ള നല്ല പ്രദേശമാണ്. പിന്നെ മുറ്റത്ത് കണ്ടില്ല നല്ല കായ്ക്കണ വലിയൊരു മാവെല്ലാം ഉണ്ട്. ആ മാവിന്റെ ചുറ്റിനും കെട്ടിക്കഴിഞ്ഞാൽ അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനും അതിന് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലോട്ട് കണ്ടില്ല നിങ്ങൾ ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ. ഫുള്ള് കിടിലൻ കിടുക്കാച്ചി വീടാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വീടിന്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അല്ലേ? സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. സ്ഥലം വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ കാണുന്ന ഒരു വീടും 14 സെന്റ് സ്ഥലവും വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 1 കോടി രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. പിന്നെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണർ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെ വീടും സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിക്കുക. ഈ ഒരു സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം അല്ലേ? പിന്നെ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറായ 98 95 18 18 86 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വിളിക്കട്ടോ. പിന്നെ ഇതേപോലെ കണ്ണൂർ ഇരിട്ടി ഭാഗങ്ങളിലൊക്കെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിടക്കുണ്ടാവുമല്ലോ. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ അടുത്ത് നമുക്ക് ഏകദേശം എത്ര 1/2 കിലോമീറ്ററിന്റെ ഉള്ളിലല്ലേ പള്ളിന്റെ? 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട്, അതുപോലെ അമ്പലം ഉണ്ട്. പിന്നെ നമുക്ക് ഇരിട്ടി ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചർച്ചെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലം പ്ലോട്ടാണ്. സ്ഥലമൊക്കെ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഈ ഒരു വീട് സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓണറുടെ നമ്പറും വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.